CK വിജയൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. CK, ഇപ്പോൾ അവിടെയുള്ള പഠിക്കുന്ന വിദ്യാർത്ഥികൾ സധൈര്യം മുന്നോട്ട് വന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആ അധ്യാപകർ ഇത്രയും കാലം എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്, അധ്യാപനത്തിനപ്പുറം എന്ന് നമ്മൾ അറിയുകയാണ്. തീർച്ചയായും അതെ ശ്രീജ. ഷാലു എന്ന് പറയുന്ന ഒരു ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയെ ഞങ്ങൾ കണ്ടു. അവർ പറയുന്ന കാര്യം ഞെട്ടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോരാ, അതിലും കൂടുതൽ വിഷയമുള്ളതാണ് അല്ലെങ്കിൽ ഗൗരവമുള്ളതാണ് എന്ന് പറയേണ്ടി വരും. കാരണം അവർ പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ഉത്തരം തെറ്റുകയാണെങ്കിൽ അവർ അടിക്കാൻ അധ്യാപകനെ നേരിട്ട് പെൺകുട്ടികളെ അടിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു ഗുരുതരമായ സംഭവമാവും എന്ന് കണ്ട് മറ്റാൺകുട്ടിയെ വെച്ച് ഈ കുട്ടിയെ അടിക്കുന്നു. അതോടൊപ്പം തന്നെ ആ കുട്ടിയുടെ അടിച്ചതിന് കരുത്ത് പോരാ എന്ന് പറഞ്ഞ് വീണ്ടും അടിപ്പിക്കുന്നു. നിരന്തരമായ നിറത്തിൻ്റെ പേരിൽ, ശാരീരിക പ്രകൃതിയുടെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ വരെ ഇവിടെ അതികഠിനമായ വിവേചനമുണ്ട്, പീഡനമുണ്ട് എന്നവർ പറയുന്നു. ഇതെല്ലാം തന്നെ പല തവണയായി ഇവരുടെ ഇന്റേണൽ കമ്മിറ്റിക്ക് മുമ്പാകെ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പരാതി രജിസ്റ്റർ ചെയ്യുക പോലും ചെയ്തിട്ടില്ല. ആ പരാതി അവിടെ കേവലമായൊരു പരാതിയായി അവിടെ അവസാനിച്ചു പോകുന്നു. അദ്ദേഹത്തിന് മുകളിൽ ഈ റാം എന്ന് പറയുന്ന ഡോക്ടർക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. HOD അദ്ദേഹം ഇവരോട് പറയുന്നത്, നിങ്ങൾ സഹകരിച്ചില്ല എങ്കിൽ, ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ല എങ്കിൽ നിങ്ങളെ തോൽപ്പിക്കും, ഇന്റേണൽ മാർക്ക് കുറക്കും, അതിനുശേഷം നിങ്ങൾ ഇവിടെ നിന്ന് പാസ് ഔട്ടായി പോകില്ല. അത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ഗുരുതരമായ തുറന്നു പറച്ചിലുകളാണ് ഇപ്പോൾ ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാർത്ഥിനികൾ നടത്തുന്നത്. അതുകൊണ്ട് ഈ രോഹിത് അനുഭവിച്ച പ്രശ്നങ്ങൾ പ്രത്യക്ഷത്തിൽ അതിന് അടിവരയിടുന്നതാണ് ഈ മറ്റു കുട്ടികളുടെയും ഈ പ്രതികരണങ്ങളെല്ലാം തന്നെ. കാരണം രോഹിതിന്റെ നിധിന്റെ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് അടിവരയിടുന്നതാണ് ഈ കുട്ടികളുടെ എല്ലാം തന്നെ പ്രതികരണം. നിധിൻ വ്യക്തിപരമായി ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിച്ചോ എന്ന് ചോദിച്ചാൽ ഒരു തവണ ഞാൻ അവനെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. ഏതെങ്കിലും രീതിയിൽ പീഡനം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ റാഗിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നും അത് മാനേജബിൾ ആണ് എന്നും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇഷ്ടമല്ല എന്നും ഇവിടെ പഠിക്കാൻ കഴിയില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഈ അധ്യാപകന്റെ പീഡനമാണ്. പക്ഷേ സംഗീത എന്ന് പറയുന്ന അധ്യാപികയെക്കുറിച്ച് അവർക്ക് മോശം അഭിപ്രായമില്ല. മാത്രമല്ല, പക്ഷെ അവർ നിസ്സഹായിയായി ഇതിനെല്ലാം തന്നെ സാക്ഷിയായി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഉള്ളത്. ഈ 1-ാം വർഷം മാത്രമല്ല, 3-ാം വർഷമാകുമ്പോൾ പോലും ഈ പീഡനത്തിന്, ഇവരുടെ ഉപദ്രവത്തിന് ഒരു കുറവും ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇതെല്ലാം തന്നെ പരിഹരിക്കാൻ വേണ്ടി ഏതെങ്കിലും രീതിയിൽ പരാതിപ്പെട്ടാൽ ആ പരാതി സ്വീകരിക്കാൻ പോലും ഇവിടെ ആളില്ല, അത് അന്വേഷിക്കാൻ പോലും ഇവിടെ ആളില്ല. അത്തരമൊരു സ്ഥാപനമാണ് അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് എന്നാണ് ഈ പെൺകുട്ടികൾ 3 പേരുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലെല്ലാം തന്നെ ഏതാണ്ട് ഇതിന് സമാനമായ രീതിയിലാണ്. ഡോക്ടർ റാമിനെതിരെ ഗുരുതരമായ ആരോപണമാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിനി ഉന്നയിക്കുന്നത്. അതൊരിക്കൽ കൂടി കേൾക്കാം. നമുക്ക് നമ്മളുടെ അനുഭവങ്ങളുണ്ട്. ഇപ്പൊ റാം എന്ന് പറഞ്ഞ HOD അല്ലെ, അക്യൂസ്ഡ് ആയിട്ടുള്ള HOD കാരണമാണോ അവൻ മരിച്ചത് അതൊന്നും നമുക്കറിയില്ല. പക്ഷെ അവൻ ആ വോയിസ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തികച്ചും സത്യമാണ്. അത് കാരണമാണോ അവൻ മരിച്ചത് നമുക്കറിയില്ല. പക്ഷെ ആ കാര്യങ്ങൾ തികച്ചും സത്യമാണ്. കളറിന്റെ പേരിൽ, നമ്മളുടെ ബോഡി ഷേപ്പിന്റെ പേരിൽ ഒക്കെ പുള്ളിക്കാരൻ പറയാറുണ്ട്. ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ കുറേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 3rd ഇയർ എത്തിയപ്പോഴും പുള്ളിക്കാരൻ ഞാനൊരു ഉത്തരം പറഞ്ഞപ്പോൾ പുള്ളിക്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉറക്കെ പറഞ്ഞു, പുള്ളിക്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ അടിക്കാൻ പറ്റില്ല, ഞാൻ പെൺകുട്ടിയാണ്, അടിച്ചാൽ പോലും എനിക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ചെറുക്കനെ വിട്ടിട്ട് എന്നെ ഇങ്ങനെ അടിച്ചു. അപ്പോൾ അത് ഷൂട്ട് പോരാന്ന് പറഞ്ഞ് വീണ്ടും അടിച്ചു. ആ ചെറുക്കനെ നിസ്സഹായസ്ഥനാണ്, ഓൺ ബിഹാഫ് ഓഫ് ദ ഹോൾ ക്ലാസ് ആൻഡ് ഹിം. അപ്പം അങ്ങനെ ഷൂട്ടിലടിക്കുന്നു പറഞ്ഞു. ഷൂട്ടിലടിച്ചു. ഞാൻ അവിടെ ചിരിച്ചു നിന്നിട്ടുണ്ട്. കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കാൻ നമ്മൾ ചിരിച്ചിങ്ങനെ നിൽക്കണം. പിന്നെ അതിനുശേഷം ഞാൻ വീട്ടിൽ പറഞ്ഞു, പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു. പാരൻസ് കംപ്ലയിൻറ്റ് ചെയ്യാൻ റെഡിയാണ്. ഇവിടുത്തെ ഓരോ പാരൻസും സ്റ്റാഫിനെതിരെ കംപ്ലയിൻറ്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ അവർ കംപ്ലയിൻറ്റ് ചെയ്യാത്തത് സ്റ്റുഡൻസ് പറഞ്ഞിട്ടാണ്. ഞാൻ അടക്കം പറഞ്ഞു, വേണ്ട, ഇവിടെ ഒരു പ്രശ്നമാക്കാൻ വയ്യ. പുള്ളി പ്രാക്ടിക്കൽസ് പൊട്ടിക്കും. പുള്ളി വന്നിരുന്ന് പ്രാക്ടിക്കൽ എക്സാമിന് വന്നിരിക്കും. പുള്ളി തന്നെ പറയാറുണ്ട്, ഐ വിൽ ഫെയിൽ. ഞാൻ കുറേ സ്റ്റുഡൻസിനെ ഫെയിലാക്കിയിട്ടുണ്ട്, പിന്നീട് ഞാൻ അവനെ തന്നെ പാസ്സാക്കിയിട്ടുണ്ട് എന്നൊക്കെ. നമുക്കത് പേടിയാണ്. നമുക്ക് ഇവിടെ ഒരു വർഷം ബാക്കായി ഒരു എക്സാം 2 എക്സാം കിട്ടിയില്ലെങ്കിൽ 6 മാസം നമ്മുടെ പോകും. വീണ്ടും കിട്ടിയില്ലെങ്കിൽ 1 വർഷം പോകും. നമ്മൾ എന്ത് പറയാനാ? ഇന്റേണൽ മാർക്സ് പുള്ളിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ വേറെ ഒരു ടീച്ചേഴ്സും സ്റ്റാഫ് റാഗിങ് എന്ന് പറഞ്ഞാൽ കൂടിയും അവരെല്ലാവരും പിന്നീട് അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഒരു നിസാദ് കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് സപ്പോർട്ട് ചെയ്യും. കുറേ പേര് നല്ല ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. പക്ഷെ അവരാരും ഈ ഒരു പേരിൽ ക്രൂശിക്കപ്പെടരുതെന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പുള്ളിക്കാരൻ മാത്രമാണ് കളറ് പറയുന്നത്.
സംഗീത മാമിനെ കുറിച്ച് സംഗീത മാമിന് അങ്ങനത്തെ ഒരു ഇതും ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് പേഴ്സണലി മാമിനെ അറിയാം. മാം ഇതുവരെ കളർ പറഞ്ഞിട്ട് മാമിന് ഒന്നും റേസ് ആവ പോലും ഇല്ല. മാം ഒരിക്കലും അങ്ങനെ അവന് എന്തുകൊണ്ടാണ് നിതിൻ അവരുടെ പേരോട് പറഞ്ഞത്? അവൻ ആ വോയിസ് മെസ്സേജിൽ സംഗീത മാം കളർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. സംഗീത മാം നോക്കി നിന്നു. അത് പുള്ളിക്കാരിക്ക് അതേ പറ്റുള്ളൂ. കാരണം പുള്ളി ഈ റാം എന്ന് പറഞ്ഞ ആൾ HOD ആണ്. സംഗീത മാമിന് ഒരിക്കലും HODന്റെ അടുത്ത് സാർ ഇതിങ്ങനെ സംസാരിക്കരുത്, മേ ബി ഉള്ളിൽ ഉണ്ടാവിരിക്കാം, പക്ഷെ സംസാരിക്കരുതെന്ന് പറയാൻ പറ്റില്ല. കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ആ വിളിച്ച പേരുകൾ ഉൾപ്പെടെയുള്ള കംപ്ലൈന്റ് പോയിട്ടുണ്ട്. പക്ഷെ അതിനെതിരെ അത് നമുക്കറിയില്ല. പൊതുവിൽ നിതിൻ രാജിന്റെ പെരുമാറ്റം എങ്ങനെയാണ്? ഞാൻ ആ കുട്ടിയായിട്ട് ഒരൊറ്റ വട്ടേ സംസാരിച്ചിട്ടുള്ളൂ. ആ കുട്ടീൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ പറഞ്ഞായിരുന്നു കോളേജൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല ചേച്ചി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു റാഗിങ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ചു ഫിസിക്കലി ആരെങ്കിലും തന്നെ ഹേർട്ട് ചെയ്തോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ഫിസിക്കലി ആരും ഹേർട്ട് ചെയ്തിട്ടില്ല എന്നാണ് അന്ന് അവൻ പറഞ്ഞത്. അപ്പം ഞങ്ങൾ യൂണിയനിലുള്ള ചെയർമാനും ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ചോദിച്ചു നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാം, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വരാം. അപ്പോൾ അവർ വേറൊരു കുട്ടി ബുദ്ധിമുട്ടെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വേണമെങ്കിൽ പറയാം സാറിൻ്റെ അടുത്ത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു വേണ്ട ചേച്ചി വേണ്ട ക്ലാസ് അതേപോലെ ഈ കാസ്റ്റ് കളർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ടുണ്ട്. കാസ്റ്റിന്റെ കാര്യം നമുക്കറിയില്ല. കളറിന്റെ കാര്യം പുള്ളി ക്ലാസ്സിൽ വന്നാൽ ആ കമന്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള 90% കാര്യങ്ങളും സത്യമാണ്. കാരണം പുള്ളി ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചാപ്റ്ററിന്റെ പേര് ഇപ്പോൾ ഫിക്സേഷൻ ആണെന്നത് ഫിക്സേഷൻ, പിന്നെ ആളുടെ ഭാര്യയുടെ കാര്യവും മോദിയുടെ കാര്യവും വേറെ എന്തൊക്കെയോ കാര്യവും ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ റിലീജിയൻ ചോദിച്ചിട്ടുണ്ട്, കാസ്റ്റ് പറഞ്ഞു, പക്ഷെ റിലീജിയൻ ചോദിച്ചിട്ടുണ്ട്. നീ ക്രിസ്ത്യൻ ആണോ? ആരൊക്കെ ക്രിസ്ത്യൻ ഉണ്ട് കൈപ്പൊക്കുക. പക്ഷെ കാസ്റ്റ് അവന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ കളർ പറഞ്ഞിട്ടുണ്ട്, സ്കിന്നി, ബ്ലാക്ക്, വൈറ്റ് ഇതെല്ലാം പറഞ്ഞ് നമ്മൾ ഈ പേരുകൾ എഴുതി കൊടുത്തിട്ടുണ്ട് കംപ്ലൈന്റ് ആയിട്ട് അക്കാഡമിക് ഡീനിന്റെ മുന്നിൽ. നടപടി അവർ ഫയൽ പോലും ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ നിന്ന് പറഞ്ഞത് കംപ്ലൈന്റ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ്. പക്ഷെ പുള്ളിക്ക് ഒരു സസ്പെൻഷൻ കിട്ടി. ഏറെ വേദനിപ്പിക്കുന്നുണ്ട് ആ വാക്കുകൾ. ആ പെൺകുട്ടി ഇന്ന് സംസാരിക്കുമ്പോൾ ആ കോളേജിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രമാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. ഡോക്ടർ കെ റാം എന്നുള്ള ആ അധ്യാപകൻ, ആ HOD ഇന്റേണൽ മാർക്കിന്റെ പേരിൽ എത്രയധികം കുട്ടികളെ പീഡിപ്പിച്ചിരുന്നുവെന്ന്, മാനസികമായി തളർത്തിയിരുന്നുവെന്ന്, ജാതി പറഞ്ഞ് മതം ചോദിച്ച് നിന്നെ തോൽപ്പിക്കുമെന്ന ഭീഷണി ആ അധ്യാപകൻ പലതവണ പറഞ്ഞിരുന്നുവെന്നാണ് ആ വിദ്യാർത്ഥിനി പറയുന്നത്. ഇനി എത്രയധികം ആളുകൾ തുറന്നു വരാനുണ്ട്, പുറത്തേക്ക് തുറന്ന് സധൈര്യം സംസാരിക്കാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഡോക്ടർ റാമിനെതിരെ എന്തുകൊണ്ട് ഈ നിമിഷം വരെ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല? എന്തുകൊണ്ടാണ് ആ അധ്യാപകനെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറാകാത്തത് എന്നുള്ളത് അറിയേണ്ടതാണ്. എന്താണ് ഈ കാലതാമസത്തിന് കാരണം?